ഓട്ടോറിക്ഷ കൂലിയെ ചൊല്ലി തർക്കം. കയ്യാങ്കളിയിൽ 3 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കുപറ്റി. പത്തനംതിട്ട അടൂരിൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. CK അഭിലാൽ വിവരങ്ങളുമായി നോക്കുമ്പോൾ ചേരുന്നുണ്ട്. CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിൽ കാണുന്നത്. ഓട്ടോറിക്ഷ കൂലിയെ ചൊല്ലിയാണ് വലിയ തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. 3 പോലീസുകാർക്കുൾപ്പെടെ 5 പേർക്ക് പരിക്കുപറ്റി. അഭിലാൽ, ഈ പോലീസുകാർ എങ്ങനെയാണ് ഈ തർക്കത്തിലേക്കും ഈ സംഘർഷത്തിലേക്കുമൊക്കെ ഭാഗമായത്? MC റോഡിൽ പുതുശ്ശേരി ഭാഗത്തുനിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയ കൊല്ലം ആദിത്യനെല്ലൂർ സ്വദേശി അരുൺരാജ് എന്ന യുവാവാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. 6 കിലോമീറ്റർ യാത്ര അടൂർ KSRTC ബസ് സ്റ്റാൻഡ് സമീപമാണ് അവസാനിപ്പിച്ചത്. ഓട്ടോ ഡ്രൈവർ ജനാർദ്ദനൻ 170 രൂപ കൂലി ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് അധികമായ തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് തർക്കമാവുകയാണ് ഉണ്ടായത്. ശേഷം വിപിൻ രാജ് ജനാർദ്ദനെ തല്ലുന്ന സ്ഥിതിയുണ്ടായി. നാട്ടുകാർ കൂടി ഈ സമയം പെട്രോളിംഗ് വാഹനം പോലീസിൻ്റെ അവിടെ എത്തുകയും പോലീസുകാർ വിഷയം അന്വേഷിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ജനാർദ്ദനൻ പരാതി പോലീസുകാരോട് പറഞ്ഞു. ചുരുക്കത്തിൽ ഈ യാത്രക്കാരനായിട്ടുള്ള ആളിനെ പോലീസ് വാഹനത്തിൻ്റെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച കൂട്ടത്തിൽ വീണ്ടും പോലീസുകാരുമായി യുവാവ് തർക്കിക്കുന്നുണ്ടായി. ചുരുക്കത്തിൽ കാക്കി എന്ന് ഞാൻ നോക്കില്ല, തല്ലും എന്നുള്ള തരത്തിലുള്ള ഭീഷണി ഉണ്ടായതോടുകൂടി പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി. ചുരുക്കത്തിൽ ട്രാഫിക് SI ആയിട്ടുള്ള സുരേഷ് കുമാറിനെ ഇദ്ദേഹം ആദ്യം കൈവയ്ക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് റാഫി, സിവിൽ പോലീസ് ഓഫീസർ ഇർഷാദ് എന്നിവർ വിഷയത്തിൽ ഇടപെട്ടു. ചുരുക്കത്തിൽ കൂട്ടയടിയാകുന്ന തരത്തിലേക്ക് എത്തി. പോലീസുകാർക്ക് 3 പേർക്കും പരിക്കേറ്റു. പ്രതിരോധത്തിനിടയിൽ വിപിൻ രാജിനും അടിയേറ്റ സാഹചര്യമുണ്ടായി. ചുരുക്കത്തിൽ അവസാനം വലിയ ബലപ്രയോഗത്തോടു കൂടിയാണ് വിപിൻ രാജിനെ പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയിക്കപ്പെടുന്നുണ്ട്. വിപിൻ രാജ് ആർമിയിൽ ഹവീൽദാറായി ജോലി ചെയ്തു വരുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്തി അവരെ ആക്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് വിപിൻ രാജിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.